ഹലോ ഹലോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എന്താടാ സൗണ്ട് കുറവാ. എല്ലാവർക്കും ഉണ്ടോ അതോ ഒരാൾക്ക് മാത്രമോ? ഓക്കെ, ഇന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നൊരു ക്ലാസ്. അതിന് മുന്നേ അടുത്തുണ്ടായിരുന്ന വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല റെക്കോർഡ് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ളൊരു കറക്റ്റ് ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും കൂടി ടെസ്റ്റ് കാര്യങ്ങൾ പറയാം, അതിനുശേഷം ക്ലാസ് കൊടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മളെടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഫോർമുലകളുടെ ബേസ് മൊത്തം എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്, ഫ്രണ്ടിലെ ആം ഹോളിൻ്റെ ചുഴി ഒഴികെ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് നെക്കിൻ്റെ വിടുത്തെടുക്കുന്ന രീതി. ഓക്കെ, അതായത് ചെസ്റ്റിൻ്റെ റൗണ്ടിൻ്റെ 12 ഭാഗം അല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് നമ്മൾ നെക്കിൻ്റെ വിടുത്ത് കണക്കാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ടാമത്തത് ഷോൾഡറിൻ്റെ ഫോർമുല. ഓക്കെ, മൂന്നാമത്തത് ആം ഹോളിൻ്റെ ഫോർമുല. ഓക്കെ, നാലാമത്തത് നമ്മുടെ ഷോൾഡറിൻ്റെ സ്ലോപ്പിൻ്റെ ഫോർമുല. അതൊക്കെ ബേക്കിൻ്റെ നെക്കിനനുസരിച്ചിട്ട് എങ്ങനെയൊക്കെ വരണം എന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഈ നാലെണ്ണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ആ അളവുകൾ വെച്ചിട്ട് സ്ലോപ്പിൻ്റെ കാര്യം ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞുതരാം. സ്ലോപ്പല്ല, ഫ്രണ്ടിലെ ആം ഹോളിൻ്റെ ചുഴിയുടെ കാര്യം ഞാനിന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഈ 4 അളവുകൾ നിങ്ങൾക്ക്, അളവുകളല്ല ഇതിൻ്റെ ഫോർമുലകൾ നിങ്ങൾക്ക് അറിയാലോ. അത് വെച്ചിട്ട് നിങ്ങൾ എനിക്കൊരു ഡ്രസ്സ് തയ്ച്ചു തരണം. നോർമൽ ഒരു ഡ്രസ്സ്, അത് വലിയ നീളമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ചെറിയൊരു ജാക്കറ്റ് ടൈപ്പോ അല്ലെങ്കിൽ ഒരു അര വരെയുള്ളൊരു ടോപ്പ് മാത്രമായിട്ടുള്ള മതി. വല്ലാണ്ട് നീളമൊന്നും വേണമെന്നില്ല, ക്ലോത്ത് കളയണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ അളവുകൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. നീളം നിങ്ങളൊരു നമ്മുടെ ഈ സീറ്റിൻ്റെ ലെങ്ത് വരെയൊക്കെയുള്ള നീളമാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് റൗണ്ടിൻ്റെ ഫോർമുലയും കിട്ടുമല്ലോ. അപ്പോൾ അത്ര നീളത്തിൽ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സീറ്റിൻ്റെ ലെങ്ത് വരെ എടുത്തോളും, 22 ഇഞ്ച് വരെ ലെങ്ത് എടുത്തോളും. ഓക്കെ, അതെല്ലാം ക്ലോത്ത് കുറവാണ് എന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആയിട്ട് എടുത്താൽ മതി. വേസ്റ്റിൻ്റെ ലെങ്ത് വരെ എടുത്താൽ മതി, ഒരു 16 15 ഇഞ്ചായിട്ട് എടുത്താൽ മതി. ഓക്കെ, നീളത്തിൻ്റെ കാര്യം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടെക്ക് ഇടുന്നുണ്ടെങ്കിൽ, അതായത് ഡാർട്സ് ഫ്രണ്ടിലേക്ക് ഈ ഒരു സൈഡിലേക്ക് ഡാർട്സ് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൻ്റെ ലെങ്ത്തും വേണമല്ലോ നിങ്ങൾക്ക്. ഫസ്റ്റിൻ്റെ ലെങ്ത് വന്നിട്ട് കണ്ടല്ലേ, ഒരു 9.5 10 ഇഞ്ച് ലെവല് ഫസ്റ്റിൻ്റെ ലെങ്ത്ത് വന്നിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഒരു 6 ഇഞ്ചിൽ നീളത്തിൽ എനിക്ക് വേണം. ഒരു 6 ഇഞ്ച് നീളത്തിൽ എനിക്ക് നെക്കിൻ്റെ ഇറക്കം വേണം. ഓക്കെ, ബേക്കിൽ നെക്കിൻ്റെ കാര്യം അതെനിക്ക് 3 ടൈപ്പിലാണ് നിങ്ങൾ എനിക്ക് ചെയ്ത് തരേണ്ടത്. അത് 3ഉം ചെയ്യാൻ ടൈപ്പായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുന്നതിന് ഒരു ടൈപ്പ് മാത്രമേ എടുത്താൽ മതി. ഒന്നുകിൽ ബേക്കിലെ നെക്കിൻ്റെ അതേ അളവ് ഫുൾ പറഞ്ഞു തരട്ടെ, അതിന് ശേഷം ഞാൻ കാര്യങ്ങൾ പറയാം. എന്താണ് നിങ്ങളുടെ ടെസ്റ്റ് ചെയ്യുന്നത്? കിളികൾ അടച്ച അതാണ് ഇതൊന്ന് കൊടുത്ത് എന്നെ കളിച്ചോട്ടോ, എന്നുവെച്ച് പോയിട്ട് കളിച്ചു. ഓക്കെ, അപ്പോൾ ബേക്കിലെ നെക്കിൻ്റെ ലെങ്ത്ത് 3 ടൈപ്പാണ് വേണ്ടത്. ഒന്നാമത്തത് 1 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ട്, വെറും ബേക്കിലേക്ക് 1 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ട് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ചോളം ലെങ്ത്തിൽ ഇറക്കെടുത്തിട്ട് വേണം. അത് വിട്ടാൽ പിന്നെ എനിക്കൊരു 8 ഇഞ്ച് ലെങ്ത്ത്, ബേക്കിലേക്ക് ഒരു 8 ഇഞ്ചോളം ലെങ്ത്ത് എടുത്തിട്ടുള്ള അളവിൽ അതും വേണം. ഇങ്ങനെ 3ആണ് ബേക്കിലേക്ക് വേണ്ടത്. അത് വിട്ട് പിന്നെ ഷോൾഡറിൻ്റെ വീതിയാണ്. ഷോൾഡറിൻ്റെ വീതി വന്നിട്ട് എനിക്ക് 14 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട്. ഷോൾഡറിൻ്റെ വീതി, ടോട്ടൽ ഷോൾഡറിൻ്റെ വീതി കേട്ടോ, 14 ഇഞ്ചോളം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ആം ഹോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആം ഹോളും അതേപോലെ തന്നെയാണ്, 14 ഇഞ്ചാണ് ആം ഹോളിൻ്റെ റൗണ്ട് വരുന്നത്. 14 ഇഞ്ച് തന്നെയാണ് ആം ഹോളിൻ്റെ റൗണ്ട് വരുന്നത്. അത് വിട്ടാൽ പിന്നെ വരുന്നത് ചെസ്റ്റിൻ്റെ വണ്ണാണ്. ചെസ്റ്റിൻ്റെ വണ്ണം നിങ്ങൾ നോക്കുക, ഏകദേശം ഒരു 34-33 ഇഞ്ച് അളവിലാണ് വരുന്നത്. ഓക്കെ, അത് വിട്ടാൽ പിന്നെ ബസ്റ്റ് റൗണ്ട് നമ്മൾ എടുക്കാറില്ലല്ലോ. ഓക്കെ, അത് വിട്ടാൽ പിന്നെ അത് അണ്ടർ ബസ്റ്റിൻ്റെ അളവ് വരുന്നത് മേലെ ഇട്ടിട്ടാട്ടോ 28 ഇഞ്ചേ ഉള്ളൂ. ഓക്കെ, 28 ഇഞ്ചോളം 28.5 എടുത്തോളൂ കേട്ടോ, 28.2. ഇനി താഴത്തെ അളവ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹിപ്പ് റൗണ്ട് ഉണ്ടല്ലോ, എന്താടാ വേസ്റ്റിൻ്റെ റൗണ്ട് 28 ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ താഴത്തെ ഹിപ്പിൻ്റെ റൗണ്ട് വന്നിട്ട് 36 ഇഞ്ചാണ്. സീറ്റിൻ്റെ റൗണ്ട് വന്നിട്ട് 37 വലിയ മാറ്റില്ല, 38 ഇഞ്ചോളം ഉള്ളൂ സീറ്റ് റൗണ്ട് വന്നിട്ട്. നിങ്ങൾ ലെങ്ത് അല്ലാണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ സീറ്റ് റൗണ്ടിൻ്റെ ആവശ്യമുള്ളൂ. ഹിപ്പ് വരെയുള്ളതാണെങ്കിൽ ഹിപ്പ് റൗണ്ട് മാത്രം മതി. 36 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട് വരുന്നത്. ഇത്ര അളവുകളാണ്. ഓക്കെ, ഇനി സ്ലീവിൻ്റെ ലെങ്ത്, സ്ലീവ് ഒരു ഹാഫ് ആയിട്ടുള്ളത് മതി, കൂടുതലൊന്നും വേണമെന്നില്ല. മുക്കാലെടുക്കേണ്ടവർക്ക് മുക്കാലെടുക്കാം, അതല്ല ക്ലോത്ത് കുറവുള്ളവർക്ക് ഹാഫ് ആയിട്ട് എടുത്താൽ മതി. ക്ലോത്തിൻ്റെ ലെങ്ത്തിലല്ല നമുക്ക് മെയിനായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടുന്നത്. ഈ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കേണ്ടത് നെക്ക് എടുത്തത് കറക്റ്റാണോ, ഷോൾഡർ എടുത്തത് കറക്റ്റാണോ, വീട് പോകുന്നുണ്ടോ, ടൈറ്റ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അതേപോലെ തന്നെ ആം ഹോളിൻ്റെ റൗണ്ട് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളത്, നെക്ക് റൗണ്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. അതേപോലെ തന്നെ സ്ലോപ്പ് എടുത്തത് ഓക്കെ ആണോ എന്നുള്ളത് നോക്കും. ഈ 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾ ടെസ്റ്റ് ചെയ്തുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും എനിക്ക് ശരിക്കും നിങ്ങളിൽ തന്നെ ഈ തുടക്കക്കാരുണ്ടാവുമല്ലോ, സ്റ്റിച്ചിങ്
കറക്റ്റ് ആവാത്ത കുറച്ച് തുടക്കക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്ത സ്റ്റിച്ചിങ്ങിൻ്റെ വൃത്തി മോശം, അങ്ങനെ ഇപ്പോൾ ഓൺലൈനായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ എന്തായാലും സ്റ്റിച്ചിങ് ചെയ്തിട്ട് അത് വൃത്തിയാവാനുള്ളതാണ്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വൃത്തിയേടുണ്ട് അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. അതൊന്നും എനിക്കൊരു വിഷയമുള്ളതല്ല. ഈ 4 അളവുകൾ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഞാൻ ടെസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഏകദേശം നിങ്ങൾക്ക് ഒരു 8 ഇഞ്ചിക്കോ 10 ഇഞ്ചിക്കോ കൊടുത്ത് നീളം. ഓക്കെ. ഇനി അതല്ല 3/4 ആയിട്ട് ക്ലോത്ത് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 15 ഇഞ്ചോളം നീളം എടുത്തോ. ഇനി അവിടുത്തെ വണ്ണം ഒരു ഹാഫ് സ്ലീവ് എടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വണ്ണം വന്നിട്ട് ഒരു 10 ഇഞ്ചാണ് അവിടുത്തെ റൗണ്ടിൻ്റെ വണ്ണം വരുന്നത്. അതേപോലെ തന്നെ വാടട്ടെ നമ്മുടെ ഒരു 3/4 ഇഞ്ചോളം 3/4 വരുന്നത് 3/4 സ്ലീവാണ് വരുന്നുണ്ടെങ്കിൽ ഒരു 8-9 ഇഞ്ചോളം അവിടുത്തെ റൗണ്ട് വരുന്നുണ്ട്. ഇത്രയും അളവുകളാണ് ഇപ്പം എൻ്റെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള അളവുകൾ. ഈ അളവ് വെച്ചിട്ട് എനിക്കൊരു കുഞ്ഞു ടോപ്പ്, ഓക്കെ, ബ്ലൗസോ കാര്യങ്ങളൊന്നുമല്ല, കുഞ്ഞൊരു ടോപ്പ്, അതിൽ 3 വിധത്തിലാണ് എനിക്ക് ചെയ്തു തരേണ്ടത്. അത് ആരൊക്കെയാണ് നിങ്ങൾ ചെയ്തു തരേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞു തരണം. സെക്ഷൻ ആക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് എന്ത് ചെയ്യാണ് 8 ഇഞ്ചിൻ്റെ ലെങ്ത്തിൽ തന്നെ എല്ലാവരും ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമില്ലല്ലോ. ഒട്ടും നെക്കില്ലാത്തൊരു രീതിയിലുള്ളതാണ് 1 ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന ലെങ്ത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും ഇറക്കം ഇല്ലാത്തൊരു അളവാണ്. അപ്പോൾ ആ അളവിൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ കൂടാനും പാടില്ല, ഈ ഭാഗത്ത് ചുളിവ് വരാനും പാടില്ല. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നെക്ക് കുറവായിട്ട് എടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ പകുതിയൊക്കെ എടുത്തിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇവിടെ അങ്ങനെ ചുളിവ് വരും. അത് മെയിനായിട്ട് ശ്രദ്ധിക്കാം. അവിടെ അതുകൊണ്ടാണ് കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ. ഞാൻ ഈ ഇപ്പം എടുക്കുന്ന ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉണ്ടത് ഇപ്പം തന്നെ അയച്ചുതരാം. ഓക്കെ. അറേഞ്ച് ഞാൻ ഇപ്പോൾ വീട്ടിലുള്ളത്, ഷോപ്പിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അതായിരിക്കാം, എന്താണെന്ന് എനിക്കറിയില്ല. വീട്ടിൽ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരാത്തതാണ്, എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിലേക്ക് അയച്ചുതരാം. ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അയച്ചുതരാം, വീഡിയോസും അയച്ചുതരാം. ഓക്കെ. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബേക്കിൽ നെക്ക് എടുക്കാത്ത ഡ്രസ്സുകൾ വരുമ്പോൾ ഈ ഭാഗത്തുള്ള ചുളിവും ഇവിടുത്തെ ടൈറ്റും ഇല്ലാതിരിക്കണം. ബേക്കിലേക്ക് നെക്ക് ഇറക്കി വരുമ്പോൾ ഒരു കാരണവശാലും ഈ ഷോൾഡർ വീണ് പോകാൻ പാടില്ല. ഓക്കെ. ഷോൾഡർ വീണ് പോകാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ ക്ലോത്ത് കൂടാൻ പാടില്ല. സ്ലോപ്പ് ഞാനത് ഇങ്ങനെ ഇടണ്ടാ, എനിക്ക് അയച്ചു തന്നാൽ മതി, ഞാൻ ഇട്ടോളാം. എൻ്റെ അളവല്ലേ, എൻ്റെ അളവിലുള്ളത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാ? ഞാൻ ഇട്ട് നോക്കണ്ടേ? ഞാൻ അഡ്രസ്സ് അയച്ചു. അത് പുതിയ ക്ലോത്തും കാര്യങ്ങളൊന്നും എടുക്കണ്ട, പഴയ ക്ലോത്ത് ഇട്ടെടുത്താൽ മതി. അല്ലേ നൈറ്റിയോടോ പഴയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതോട് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ അഡ്രസ്സ് അയച്ചു തരാം, എനിക്കത് അയച്ചു തരണം. സ്പോട്ടിൽ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് അത് ഇട്ട് നോക്കും. പാക്കറ്റ് പൊളിക്കുന്നതും സാധനം എടുക്കുന്നതും സ്പോട്ടിൽ ഞാൻ ഇട്ട് നോക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് അതേപോലെ. അതായത് നമുക്ക് നേരിട്ട് വന്ന് പഠിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ അങ്ങനെ പരിശോധിക്കുന്നുള്ളൂ. അവർ സ്പോട്ടിൽ അവരെ കൊണ്ട് തയ്പ്പിച്ചിട്ട് നോക്കുന്നത്. നിങ്ങളെ കൊണ്ട് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തന്ന ക്ലാസ് പ്രകാരം അങ്ങനെ ഓക്കെയാണോ എന്നുള്ളത് എനിക്കൊന്നും അറിയണം. അതേപോലെ തന്നെ അവിടെ വരുന്നതിൽ ഈ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിറങ്ങിയ കുട്ടികളിൽ തന്നെ ഈ ഫോർമുലകൾ പറയുമ്പോൾ അവർക്ക് അത് അറിയണില്ല. ഫാഷൻ ഡിസൈനിങ് പഠിച്ചു എന്നല്ലാതെ ഫോർമുലകൾ പഠിച്ചിട്ടില്ല. ഞങ്ങൾ ഡ്രസ്സ് വെച്ചടിക്കൂലേ, ഒരു നോർമൽ ടൈലറിങ് മാത്രമായിട്ട് പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഒരളവ് ഡ്രസ്സ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് പഠിക്കുന്ന രീതി ഉണ്ടല്ലോ, അതുപോലെ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ബോഡിമെന്ന് അളവ് എടുക്കുകയാണെങ്കിൽ തന്നെ വലിയവർക്ക് 3 എടുത്താൽ മതി, ചെറിയവർക്ക് 2 എടുത്താൽ മതി, അങ്ങനെയൊക്കെയുള്ള കണക്കുകൾ. അല്ലാതെ അത് എങ്ങനെ കിട്ടുന്നു, അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കും. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞത് ഇപ്പം ഏറ്റവും കുറഞ്ഞത് ഇപ്പം 4 ഫോർമുലകൾ ഞാൻ പറഞ്ഞു തന്നില്ലേ, അതെന്താണെന്ന് അങ്ങനെ കിട്ടുന്നില്ല. ഞാൻ ഇപ്പം സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയിട്ട് കുറച്ച് മാസങ്ങളായി, ഒരു 5-8 മാസങ്ങൾ എൻ്റെ മനസ്സിൽ കേട്ടിട്ട്. ഈ ഒരു 5-6 മാസത്തിനുള്ളിൽ ഞാനൊരു 3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ക്ലിയർ ആക്കി തരാം. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയിട്ട് അവിടുത്തെ രീതി എങ്ങനെയാണ്, അല്ലാതെ ക്ലാസ് കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഓരോ മാസം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ പോകില്ല, ഫീസ് വെറുതെ ആവും. അപ്പം ഞാൻ അത് ഉദ്ദേശിച്ചിട്ടല്ല, അതായത് അവരെ പരീക്ഷിക്കണം എന്നുള്ള രീതിയിൽ അതിന് ഞാൻ അർഹതപ്പെട്ടവളല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ക്ലാസ് നമ്മൾ ഒരു ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടി പോയ ഒരാൾ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു രീതി, നമ്മുടെ മനസ്സിൽ പുതുതായിട്ട് ക്ലാസ്സിന് പോകുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ എന്തെല്ലാം ഉണ്ടാവും നിങ്ങളൊന്ന് പറഞ്ഞേ. ഫാഷൻ ഡിസൈനിലാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് പഠിക്കണല്ലേ, മറ്റുള്ളവർക്ക് അടിച്ചു കൊടുക്കണം, അതൊക്കെ അങ്ങനെ അടിപൊളി ടൈലർ ആകണം. ബെസ്റ്റ് ടൈലർ ആകണം. ഓക്കെ. രണ്ടാമത്തത് അതായത് ടൈലറിങ് പഠിക്കാൻ എല്ലാവർക്കും തയ്ച്ചു കൊടുക്കണം. പിന്നെ അങ്ങനെ
ഓക്കെ, ഓരോരുത്തർക്കും ഓരോരോ മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. നമ്മൾ ടൈലറിങ് പഠിക്കാൻ വേണ്ടി പോകുമ്പോഴുള്ള ചിന്തകളാണ് ഇതൊക്കെ വേണ്ടത്. ടൈലറിങ് മാത്രമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് നന്നായിട്ട് തയ്ക്കാൻ പറ്റണം, തോളിൽ ടേപ്പൊക്കെ ഇട്ടിട്ട് നല്ല കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഷോപ്പ്, ഒരു കുഞ്ഞു ബോട്ടിക്കൊക്കെ നടത്താൻ പറ്റണം എന്നില്ല. പക്ഷേ ഫാഷൻ ഡിസൈനിങ് ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നമ്മുടെ മൈൻഡിൽ വരുന്ന ചിന്തകൾ വേറെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറയാ, ക്ലിയർ ആവുന്നില്ല. ഒരു കോള് വരുന്നുണ്ട്, ഒരു മിനിറ്റ്, അതൊരു കോള് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇപ്പോൾ നമ്മുടെ ചിന്ത നമുക്ക് അതിൻ്റെ പേരുകളൊന്നും അറിയാം. പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പേരുകളൊന്നും അറിയില്ല അല്ലേ. പഠിച്ച് കഴിഞ്ഞാലാണ് ഓരോന്നിൻ്റെ. ഇപ്പോൾ ജെല്ലി മേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഡെമ്മിമേൽ വെച്ചുകൊണ്ട് ക്ലോത്ത് വെച്ചുകൊണ്ട് ഒരു പാറ്റേൺ ഉണ്ടാക്കുക, ഒരു ഗാർമെന്റ് മേക്കിംഗ് ഉണ്ടാക്കുക, അത് വെച്ച് ചെയ്ത് കാണിച്ചു തരുന്നത്. പിന്നെ ഓക്കെ, ഇല്ലുസ്ട്രേഷന്, അങ്ങനെയുള്ള ഓരോന്നും, അതായത് അതിന്റെ പേരുകൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ മൈൻഡിൽ ഒരു കാഴ്ചപ്പാടുണ്ടാവും അല്ലേ. അത് വരക്കുന്നത്, അത് ചെയ്യുന്നത്, കളർ കോമ്പിനേഷൻ ചെയ്ത് കൊടുക്കുന്നത്, ഒരു ഫാഷൻ ഡിസൈനറായിട്ട് വലിയൊരു ഷോപ്പിൽ പോയി ഡിസൈൻ നമ്മൾ ചെയ്ത് നമ്മൾ ഒറ്റക്കായിട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉണ്ടാവും. എന്താണ് ഇപ്പൊ കേൾക്കാൻ പറ്റണ്ട? എല്ലാം പറയാം. അപ്പം എന്തോ ഒരു റേഞ്ച് പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാനിച്ചിട്ട് പോകുമ്പോൾ ഒട്ടും അറിയാത്തവർ പോകുമ്പോഴുള്ള സ്വപ്നങ്ങളാണ്. ഇതിൻ്റെ ഒന്നും പേര് പോലും നമുക്ക് അറിയില്ല അല്ലേ. നമ്മൾ ആ ഡെമ്മിമേൽ ഡ്രസ്സ് ഇങ്ങനെ വെച്ചിട്ട് മടക്കി ഓരോ ഡ്രസ്സുകൾ ഉണ്ടാക്കുന്നത്, ഷിഫ്നെറ്റ് പോലെ നമ്മൾ പറഞ്ഞല്ലോ. പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇതിൻ്റെ ഷിഫ്നെറ്റ് എന്ന് പറയുന്ന സംഭവം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പേരെന്താണ് ഒന്നും അറിയില്ല. ആ സാധനങ്ങൾ വെക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ കമ്പി വെച്ച് വെക്കുന്നത്, കോർസെറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എന്താണ്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സ്വപ്നങ്ങൾ. ഒറ്റയ്ക്ക് നമ്മളത് ചെയ്യാനും പ്രാപ്തരായി, അല്ലെങ്കിൽ വലിയ വലിയ ഷോപ്പുകളിൽ നമ്മളൊരു ഡിസൈനറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ. പക്ഷെ നമ്മൾ പഠിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, നോർമൽ ഒരു സാധാരണ ടൈലർമാർക്ക് അറിയുന്ന ഒരു രീതി പോലും നമുക്ക് പറയാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതിന് വെറുതെ ആവില്ല. പഠിച്ചത് വെറുതെ ആവും. നിങ്ങൾക്ക് അങ്ങനെ സംഭവം, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചവരുണ്ടോ? ഈ ഗ്രൂപ്പ് ഫാഷൻ ഡിസൈനിങ് പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയവരുണ്ടോ നിങ്ങളിൽ? ആരുമില്ല? മിസ്സിനെ കാണുന്നേ ഉള്ളൂ, സൗണ്ട് കേൾക്കുന്നില്ല. ആണോ? ഓക്കെ, എന്തായാലും ഞാൻ ഇതിൽ അയച്ചോളാം. ഏതിൽ ഞാൻ കട്ട് ചെയ്യട്ടെ, ബാക്കി ഞാൻ വീഡിയോയിൽ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾ കട്ടാക്കിക്കോ. ഇപ്പൊ മിസ് പറഞ്ഞപ്പോ ക്ലിയർ ഉണ്ട്. ഓക്കെ, നിങ്ങളിൽ ആരെങ്കിലും ഫാഷൻ ഡിസൈനിങ് പഠിച്ചവരുണ്ടോ, പഠിച്ചിറങ്ങിയവരുണ്ടോ, സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ട്? പഠിച്ചോണ്ടിരിക്കാൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. എക്സാം 25-ാം തീയതി. അടിപൊളി. ഓൺലൈനാണ്. ഓക്കെ, കഴിഞ്ഞു അല്ലേ? ഏകദേശം കഴിഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, എക്സാമും ആയി. എന്നിട്ടാണ് എൻ്റെ ക്ലാസ്സിലും കയറിയിരിക്കണേ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളാണ് ഇതൊക്കെ. നമ്മൾ വലിയ ഷോപ്പിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഡിസൈൻ ചെയ്യുന്ന വലിയൊരു ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ഇവിടെ കുറച്ച് അറിയപ്പെടുന്ന ഒരു ഡിസൈനറായിട്ട് നമ്മളൊന്ന് മാറുന്നത്. പക്ഷെ പഠിച്ച് ഇറങ്ങിയപ്പോൾ ഓൺലൈനായിട്ടുള്ള രീതിയിലാണ് ഇയാൾ പഠിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ ഓഫ്ലൈനായിട്ട് പഠിച്ചവരും നമ്മൾ ജസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ എന്താ പറയുക, ഈ കുഞ്ഞു ഫോർമുലകൾ പോലും അവർക്ക് കിട്ടുന്നില്ല. അത് അങ്ങനെ പഠിച്ചിട്ടില്ല. അവർ പഠിച്ചത് ഇങ്ങനെ ഡ്രസ്സ് വെച്ച് മാർക്ക് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള. അതിന് ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടി പോകണമെന്നില്ലല്ലോ. ഒരു 10-15 കൊല്ലം ടൈലറിങ് മാത്രമായിട്ട് ഇന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട് ഷോപ്പുകളിൽ. കുറച്ച് പ്രായമുള്ളവരൊക്കെ കണ്ടില്ലേ, അവരെ കൂടെ 2 മാസം ഫ്രീ ആയിട്ട് അവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയാൽ മതി. ഇതിനേക്കാൾ സൂപ്പറായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. മനസ്സിലായോ? അവരെ കൂടെ ഫീസും കൊടുക്കണ്ട, അവർക്കൊരു ഹെൽപ്പായിട്ട് നൂല് എന്താ പറയുക, ഹുക്ക് തുന്നാനും ബട്ടൺ വെച്ച് കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഹെൽപ്പിന് പോകില്ലേ. ഒരു 2 മാസം അവർക്കൊരു ഹെൽപ്പായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉഷാറായിട്ട് നമ്മൾ പഠിച്ചിടും. ആ രീതിയിലാണ് എന്താ പറയുക. അങ്ങനെ പോലും ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ എന്താ പറയുക, നേരിട്ടിട്ടുള്ള അനുഭവം വെച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ഒരു കാര്യങ്ങളും മനസ്സിലാവുന്നില്ല. എന്താണ് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ എല്ലാം കൊണ്ടും ഇങ്ങനെ എനിക്കിപ്പോൾ നിങ്ങളെ നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് മെഷീൻ വെച്ചിട്ട് നിങ്ങൾ കയ്യും കാലും പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഫോർമുലകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങളെ കൊണ്ട് മാർക്ക് ചെയ്യിപ്പിക്കാനും കട്ട് ചെയ്യിപ്പിക്കാനും സ്റ്റിച്ച് ചെയ്യിപ്പിക്കാനും എനിക്ക് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഫോർമുലകൾ വെച്ചിട്ട് ഈ പ്രകാരം എനിക്കൊരു ഡ്രസ്സ് തയ്ച്ച് തരാം. ഇനി അതിലുള്ള ഡൗട്ടുകളെന്ന് പറയാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ ഒരു ആം ഹോൾ കർവിൻ്റെ ഫ്രണ്ടിലെ ആം ഹോൾ കർവിൻ്റെ കട്ടിങ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫോർമുല എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. അത് പ്രകാരം ഞാൻ അതിൻ്റെ ഒരു ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞാൽ 10 മിനിറ്റ് ഞങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സും കൂടി ഞാൻ തരാം. ഇപ്പം തന്നെ അതിൻ്റെ ക്ലാസ്സും കൂടി തരാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം,
നിങ്ങൾ കട്ട് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ അളവ് പ്രകാരം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എനിക്കത് അയച്ചു തരണം. ഓരോന്നും അയച്ചു തരണം. ഞാനത് ഇട്ട് നോക്കും. അപ്പം അത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തന്നെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? നിങ്ങൾ ഓക്കെ. അഥവാ നിങ്ങൾ തയ്ച്ചയിലോ അല്ലെങ്കിൽ അളവിൽ തയ്ച്ചയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമുള്ളതല്ല. അളവിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരുത്താനൊരു പാഠം കൂടി കിട്ടണം. ഒരു തവണ കൂടി അത് ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? അതല്ല എന്നുണ്ടെങ്കിൽ ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് അവസാനിപ്പിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഈ വാട്സപ്പിൽ വോയിസ് ആയിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം ഓരോ കാര്യങ്ങളും. ഓക്കെ.